രതീഷേട്ടൻ പിന്നെ പൊളി പൊളിച്ചിട്ടാണല്ലോ വന്നത്. തകർത്തു അടിപൊളി. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അപ്പുറത്ത് നോക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. മീഡിയക്കാരൻ പോയത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത്. ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത്. അപ്പൊ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ നമസ്കാരം. എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. മാത്രമല്ല നമസ്കാരം, സുഖല്ലേ? സുഖല്ലേ? ഓക്കെ. എല്ലാവർക്കും ഹായ് ട്ടാ, എല്ലാവർക്കും ഹായ്. ഒരിക്കൽ കൂടി എന്നെ കാത്തു നിന്നു ഇത്രയും നേരം. എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി തുടക്കം പോലും ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ പോയത് ഗസ്റ്റായിട്ടാണ് പോയത്, കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല പോയത്. പിന്നെ ഒരാഴ്ച എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവർക്ക് കുറേ ഈ 50 ദിവസം കഴിഞ്ഞതല്ലേ, അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് സങ്കടങ്ങളുണ്ടാവും, ചില ആൾക്കാർക്ക് സന്തോഷങ്ങളുണ്ടാവും. അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ളൊരു സ്പേസ്. അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അതിഥിയായിട്ട് ഞാനിവിടെ പോയി. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു, അത് ഞാൻ കേട്ടു. കുറേ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു, പങ്കിട്ടു, അത് കേട്ടു. അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു. പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. എനിക്കവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല. എനിക്ക് ഗെയിം കളിക്കാൻ എനിക്കൊരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്കൊക്കെ ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടു? അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗെയിം കളിക്കണം എന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സിജോ എൻ്റെ ആദ്യത്തെ 7 ദിവസം നോക്കുമ്പോൾ സിജോ ഞാനും ഭയങ്കര ഒരു വഴക്കിലെ ഒരു അറ്റത്തായിരുന്നു അല്ലേ. സിജോ എൻ്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷേ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മൾ അത്രയും ശത്രു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത്. പക്ഷേ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും, എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും, സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും? സംഗതി ഗെയിമാണ്. പക്ഷേ സിജോ ഏത് തരത്തിൽ എടുക്കുമെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. പക്ഷേ അവനൊരു നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാണ് അവൻ. സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ അല്ല രവിചേട്ടാ, അതൊക്കെ ഗെയിമാണ്, അത് ഗെയിമിൻ്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല അവിടെ ഒരു ചെറിയൊരു നനഞ്ഞ മട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട്. ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ, ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു, ഞാനും സിജോയും ചേർന്നിട്ട് ഒരു പ്രാങ്ക് കളിക്കാൻ പോവാണ്, പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ, നമസ്കാരം, ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. സിജോ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ആ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ്, സിജോ കൺവെൻഷൻ വിളിക്ക് വരിക എന്ന് പറയണം. എന്നാലും അങ്ങനെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത്. അപ്പോൾ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ പ്രാങ്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഗബ്രിക്കായിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു. എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എന്നെ ഒരു ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒതുങ്ങിയിരുന്നതാണ്. കാരണം എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എൻ്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. എനിക്ക് 7 ദിവസം മതി, ഒരാഴ്ച മതി, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം. പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം എനിക്ക് വന്നില്ല. കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ആരാ പറഞ്ഞത്? ശരിക്കും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അപ്സര പങ്കിട്ടു. പിന്നെ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ, അതായത് അപ്സര എൻ്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് ആ കുട്ടി
എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റസ്മിൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അങ്ങനെ എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന അപ്സരയുടെ അപ്സര ഒരു കൂടപ്പുറത്തിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. ആ കുട്ടി അത്രയും ഞാൻ വലിയ കുറേ കാര്യങ്ങൾ ആ കുട്ടി ഇത്രയും ഒരു ചെറിയ പ്രായത്തിനുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നിലിടും. അപ്പോൾ അപ്സര വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്സരയുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് പങ്കിട്ടു. അപ്സര മാത്രമല്ല, ഒരുവിധം എല്ലാവരും സംസാരിച്ചു. സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറച്ചും ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അപ്സരയുടെ ഒരു ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നാൻ, എനിക്ക് എൻ്റെ ഒരു പഴയൊരു അനിയനെ വീണ്ടും കണ്ട ഒരു ഫീല്. ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ടൊരു ഫീല്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗെയിമറായിട്ടാണോ വന്നത്, അല്ലെങ്കിൽ ഞാനിനി അവിടെ തുടരൂ, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാനായിട്ട് അടുത്ത് ഇടപഴകാൻ ഭയങ്കര ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവർ എല്ലാവരും. ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അവർ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് അവർക്കും ഒരു വ്യക്തമായിട്ട് ധാരണ. മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ്. ഞാനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണൂ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ, എൻ്റെ കളികൾ കണ്ടതല്ലേ, അങ്ങനെ ഒരു 6 കളി കളിച്ച് എന്നെ തന്നെ ഇവിടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ്